ഞങ്ങൾക്കൊക്കെ ഒരു നേരത്തെ ആഹാരം തരാൻ ഞങ്ങളുടെ അമ്മയൊക്കെ കിടന്ന് എന്ത് പ്രയാസപ്പെട്ടിട്ടുണ്ടെന്നറിയാമോ. അതൊക്കെ ഓർക്കുമ്പോൾ ഈ ചക്കയൊക്കെ എടുക്കുമ്പോൾ ഞങ്ങൾ ഓർത്തു പോകും. അത് ഞാൻ കൈലക്കോട്ട് സ്കൂളിൽ ചെന്നപ്പോഴേ എനിക്കൊരു കൺഗ്രാജുലേഷൻ കിട്ടി. എന്തോ ഒരു പ്രാവശ്യം എന്താ കിട്ടി? കൺഗ്രാജുലേഷൻസ്. അമ്മാമ്മേ ഇതെന്ത് പരിപാടി? ചക്ക എടുക്കുക മോളെ. ചക്ക എടുത്ത് ഒത്തിരി ഏറെണ്ടായി നോക്കുക. പിന്നെ ഞാൻ സഹായിക്കാം. നമുക്ക് ഒരുമിച്ച് ചക്ക എടുക്കാം. തല വീഴോ? തല വീഴോ? ഇത് അല്ലാതെ നമ്മൾ നിർത്തി ചട്ടി അരിഞ്ഞ് ഉപയോഗിക്കും. അതെങ്ങനെയാ? ഞങ്ങൾ പണ്ട് ഞങ്ങളുടെ വീട്ടിലൊക്കെ അങ്ങനെ ആയിരുന്നു. പഴയ വെട്ടി തുണ്ടാക്കി പൂഞ്ഞ് കളഞ്ഞെല്ലാം വേവിക്കുന്നു. പഴയ കാലം എങ്ങനെയായിരുന്നെന്ന് ഞാൻ കാണിച്ചു തരാം. ശരി, എടുക്കട്ടെ. നമുക്ക് അങ്ങനെ ഒന്ന് വേവിക്കാം. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അന്നേരേ നമുക്ക് പണ്ടൊക്കെ ചക്ക ഒന്നും ഇല്ല മോളെ. അന്നൊക്കെ ആണെങ്കിൽ 25 പൈസ കൊടുത്തിട്ട് നമ്മൾ പോയി ഒരു ചക്ക വിലയ്ക്ക് വാങ്ങിക്കും. വിലയ്ക്ക് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് അന്നേരം അന്നൊക്കെ എന്തുവാ 8, 9, 10 മക്കളല്ലേ ഒരു വീട്ടിൽ. അതുപോലെ ഒരു ചക്കയൊക്കെ വേവിച്ചാൽ അവർക്ക് കൊടുക്കാൻ കാണത്തില്ല. അന്നേരം അന്നൊക്കെ എന്ന് പറയുന്നത് പട്ടിണി, വിഷമം, കഴിക്കാനൊന്നുമില്ല, അങ്ങനെയൊക്കെ അങ്ങ് ദുരിതമുള്ള കാലമായിരുന്നു. അന്നേരം അമ്മമാരെന്തോ ചെയ്യുമെന്നറിയാമോ? ഇതുപോലെ ഞങ്ങൾ അടുത്ത ലാഭമുള്ള വീടുകളിൽ ചെന്ന് ഒരു ചക്ക വാങ്ങിക്കും. അത് 50 പൈസ, 25 പൈസ. ഞങ്ങളുടെ കാലത്ത് 25 പൈസയോ? ഇത്രയൊക്കെ ഉള്ളായിരുന്നു. കൊടുത്ത് മേടിച്ചുകൊണ്ട് വരുമ്പോൾ അമ്മയൊക്കെ 8-9 പാത്രത്തിൽ വിളമ്പല്ലേ, ചോറില്ലല്ലേ. അന്ന് ഇച്ചിരി റേഷനരി 5-6 റേഷനരി ഇട്ട് വെക്കും. ഇത് ചകിരി വെച്ചിട്ട് ഇതിൻ്റെ കറ ഇതാക്കണ്ടേ? കറ തുടച്ചെടുക്കും ഇനി ഞാൻ. എന്നിട്ട് ഇച്ചിരി റേഷനരി ഇട്ട് ചോറ് വെക്കുന്നത്. ചക്കയൊക്കെ വേവിച്ച് അതിൻ്റെ മേളിൽ ഒരു ശകലം ചോറിടും. ചോറില്ലല്ലോ അന്ന്. എന്നിട്ട് ഇത് വേവിച്ച് ഒരു ഇതിലെ ചക്കച്ചോള വറക്കിയെടുത്താൽ വേവിക്കാൻ കാണത്തില്ല. അന്നേരം അമ്മയൊക്കെ എന്ന് പറയുന്നത് ഇതുപോലെ അങ്ങ് ചെത്തും. ചെത്തി എടുത്തിട്ട് ഞാൻ കാണിക്കാം എങ്ങനെയാണ്. ഞാൻ കൈലക്കോട്ട് സ്കൂളിൽ ചെന്നപ്പോഴേ എനിക്കൊരു കൺഗ്രാജുലേഷൻ കിട്ടി. എന്തോ ഒരു പ്രാവശ്യം എന്താ കിട്ടി? കൺഗ്രാജുലേഷൻസ്, അഭിനന്ദനം. അവിടെ ചെന്നിട്ട് സാറന്മാരെനിക്ക് യൂട്യൂബിനകത്ത് വൈറലാ അമ്മാമ്മ, അടിപൊളിയാ എന്നും പറഞ്ഞുകൊണ്ട് അവരൊക്കെ പറയുന്നു. അമ്മാമ്മ ചെത്തി കഴിഞ്ഞോ? ചെത്തി. ഇനി എന്ത് പരിപാടി? ഇതെന്താ വെക്കാനാ? ഇനി എന്ന് പറയുന്ന നോക്കിക്കോണം. പണ്ടൊക്കെ ഇങ്ങനെ ചക്ക അരി ഇങ്ങനെ അരിഞ്ഞ് എന്ന് വെച്ചാൽ 8-9 മക്കൾക്ക് കൊടുക്കണ്ടേ.
അപ്പോൾ ചുളം മാത്രം എടുത്താൽ ചക്കച്ചുളം മാത്രം എടുത്താൽ കാണത്തില്ല. അതിന് അമ്മമാർ അന്നത്തെ ദുഃഖവും പ്രയാസവും അങ്ങനെ ആയിരുന്നു. അതിന് ഇങ്ങനെ ആയിരുന്നു. അമ്മാമ്മ ഇതിന്റെ ചവിണി എന്നാലും എടുക്കുവോ? എടുക്കും. അത് തൂത്ത് വാരി അരിയുന്നേ ഇങ്ങനെ ഇങ്ങനെ നിർത്തി ചെത്തിയിട്ട് എന്നിട്ട് ഇത് ഇനി നമ്മളിങ്ങനെ കുത്തി അരി. ഇന്നത്തെ കാലത്ത് ആർക്കും വേണ്ടല്ലേ. ഇന്നത്തെ കാലത്ത് ഒരു ചക്ക വെട്ടിയ 4 ഇളയല്ലേ എടുക്കൂ. അന്നെന്ന് പറയുന്ന 8ഉം 10ഉം മക്കൾ അരാജകവും പ്രയാസത്തിലും ഒക്കെ ആയിരുന്ന സമയത്ത് എൻ്റെ അമ്മയൊക്കെ എൻ്റെ അമ്മ മാത്രമല്ല നാടൊരുപോലെ ഇതേപോലെ അരിഞ്ഞ് വേവിച്ചാൽ ഞങ്ങൾക്കൊക്കെ വയറ് നിറയ്ക്കുന്നത്. എന്ന് വെച്ചാൽ ഇല്ല, അന്ന് ചോറൊന്നും ഇല്ല. ചോറൊക്കെ ഒരു ശകലവേ കാണത്തുള്ളൂ. ഒരു റേഷനരിയൊക്കെ ഇട്ട് വെച്ച് ഒരു 4 ചോറ് ആ ചക്കയുടെ മേളി വെക്കും. അപ്പം ഇങ്ങനെ അരിഞ്ഞ് തൂത്ത് വാരി പിടിച്ചൊരു അരിയൊക്കെ അങ്ങ് അരിഞ്ഞ് അങ്ങോട്ട് വേവിക്കും. വേവിക്കുന്ന പറയുന്നത് ഇങ്ങനെ അങ്ങോട്ട് അരിഞ്ഞ് മടലെല്ലാം കൂടി ഇങ്ങനെ അങ്ങോട്ട് അരിയും. ഇത് തോരൻ വെക്കാനാണോ? തോരനല്ല, ഇത് വേവിക്കുക. ഇത് വേവിക്കും അല്ലേ? ആ, ഇങ്ങനെ അരിഞ്ഞാൽ വേവോ അത്? പിന്നെ നല്ല രുചിയല്ലയോ. ഇപ്പോൾ ഉള്ളവർക്കത് അറിയത്തില്ല. ഇപ്പം നിങ്ങൾക്കൊക്കെ ഇതൊന്നും അറിയത്തില്ല. അന്നൊന്നും നമ്മള് കണ്ടിട്ടില്ല. കണ്ടിട്ടില്ല. പക്ഷേ അന്നത്തെ പട്ടിണിയിലൊക്കെ ഇങ്ങനെ അമ്മമാർ മക്കളെ വളർത്തിയത്. ഇപ്പൊ ബൂസ്റ്റ് ഉണ്ട്, ഓട്സ് ഉണ്ട്, ഓരോ പലഹാരങ്ങളുണ്ട് മക്കൾക്ക് തിന്നായി. ഇപ്പൊ ഇതിന്റെ ആവശ്യമില്ല. അന്ന് ആ പലഹാരമൊന്നും ഇല്ലല്ലോ. അന്നെന്ന് പറയുന്ന പഴങ്ങിയ. ഈ ചക്കക്കുരു വേവത്തില്ലേ? ചക്കക്കുരു ഇനി ഇതിനകത്തുനിന്ന് ഇനി എടുക്കും. എങ്ങനെയാണെന്നറിയാം, കണ്ട ഇങ്ങനെ കുത്തി. ഇത് മെനക്കെട്ട പരിപാടി തന്നെ. ഇതിപ്പോ രണ്ടായിട്ട് ഇപ്പൊ ഉള്ളവർക്ക് അടിയത് മെനക്കേട്. പഴയ കാലത്തൊക്കെ അമ്മമാർ ക്ഷമ വേണ്ടേ അമ്മമ്മേ? ക്ഷമ വേണം. പണ്ടത്തെ കാലത്ത് അങ്ങനെ ആയിരുന്നു. അങ്ങനെയൊക്കെ ഇരുന്ന് അരിഞ്ഞ് പറക്കി അവരെടുക്കുന്നത് എന്തിനാ? 5-6 മക്കൾക്ക് വയറ്റിന് കൊടുക്കാൻ. ഇത് രണ്ടായിട്ട് കയറിയായിരുന്നു ഞാനിപ്പോ വെട്ടി പൊളിച്ചു തന്നെ. അങ്ങനല്ലേ ഇപ്പൊ നമ്മൾ എടുക്കുന്നേ. ഇത് അമ്മാമ്മ ഇനി കുരു എടുക്കാൻ എന്ത് മെനക്കേടല്ലേ? മെനക്കേടൊന്നും ഇല്ല. ഇങ്ങനെ ഇങ്ങോട്ടിങ്ങനെ എടുക്കും. ചക്ക നിർത്തി മുള്ള് ചെത്തി കളഞ്ഞിട്ട് പുറം കുത്തി അരിഞ്ഞ് മടൽ ഉൾപ്പെടെ അമ്മച്ചിയാണ്ട് എല്ലാം അരിഞ്ഞ് ചക്കക്കുരു തുരന്നെടുത്ത് കണ്ടോ ഇതേപോലെ തുരന്നെടുത്താ ഞാൻ ഇത് അരിഞ്ഞത്. ഇത് കാണാൻ പറ്റിയല്ലോ ഇങ്ങനെ അരിയുന്ന. ഇന്നത്തെ കാലത്തൊന്നും ആരും ഇത് ചെയ്യത്തില്ല. അതെ, അന്നൊക്കെ മടലും എല്ലാം വേവിച്ച് തിന്നാ ഞങ്ങളൊക്കെ വളർന്നത്. അന്ന് ക്യാൻസർ ഉണ്ടായിരുന്നു? ഇല്ല. അന്ന് ഇതുപോലെ ഷുഗർ, പ്രഷർ ഇതുവല്ലോ ഉണ്ടായിരുന്നു? ഇല്ല ഇല്ല ഇല്ല. അന്നത്തെ കാലം എന്തുവാ, ചക്കമടലും ചീനി ചിരണ്ടി വേവിച്ചും ഒക്കെ തിന്ന് വെള്ളവും കുടിച്ച് ചക്കയും തിന്ന് ചക്കമടലും തിന്ന് ജീവിച്ചവരാ ഞങ്ങളൊക്കെ. അന്നൊന്നും ഇങ്ങനെ രോഗങ്ങൾ ഞങ്ങൾ കേട്ടിട്ടില്ല. ഇന്നെന്തുവാ, ഇന്ന് ചക്ക വെട്ടി നമ്മൾ അതിൻ്റെ ചുള മാത്രം 4 എണ്ണം എടുത്തൊരു അവിയൽ വെച്ചാൽ ഒരു വേവിച്ചക്കല്ലേ നമ്മൾ തിന്നുന്നേ. അപ്പോൾ അതിൻ്റെ അനുസരിച്ച് നമുക്ക് രോഗമില്ലയോ? ശരിയാ. അന്നത്തെ കാലം ഞാൻ ഈ കാണിച്ചത്. ഇന്ന് ഇതുപോലെ ഇരുന്ന് അരിഞ്ഞെടുക്കുവോ? ഇല്ല ഇല്ല, എടുക്കത്തില്ല. കണ്ട ചക്ക ഞാൻ നിർത്തി ചെത്തി മടല് കളഞ്ഞ് കണ്ട പൂഞ്ഞെടുത്ത്. പണ്ടത്തെ കാലത്ത് ഉച്ചയ്ക്ക് ഈ പൂഞ്ഞ് കറി വെക്കും. വൈകിട്ട് മറ്റേ ഇറച്ചിക്കറി മസാലയൊക്കെ ഇട്ട് ഒരു നേരം ഈ പൂഞ്ഞ കറി വെക്കുന്നത്, ഒരു നേരം ഈ ചക്ക വേവിച്ച് വരും. അങ്ങനെ. ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഈ പൂഞ്ഞ് വല്ലവരും എടുക്കുവോ? ഈ പൂഞ്ഞൊക്കെ ഞാൻ കളയുക. കാരണം ഇതിന്റെ വിലയും
ഇതിൻ്റെ ഗുണവും ഒന്നും ഇന്നത്തെ കാലത്ത് ആർക്കും അറിയത്തില്ല. പക്ഷേ ഇതൊക്കെയാണ് തിന്നേണ്ടത്. ഇപ്പം എല്ലാം റെഡിമെയ്ഡ് മേടിച്ച് കഴിക്കുമല്ലോ. റെഡിമെയ്ഡ് കഴിക്കുന്ന അനുസരിച്ച് തന്നെ നമുക്ക് ക്യാൻസറും രോഗങ്ങളും കൊണ്ട് നമ്മൾ ആയുസില്ലാതെ മരണപ്പെടുക ഇല്ലേ എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് നമ്മൾ കഴിക്കേണ്ടുന്ന സാധനങ്ങൾ. ഇതൊക്കെ കഴിച്ചാൽ നമുക്ക് രോഗം ഉണ്ടാകത്തില്ല. പിന്നെ ഇച്ചിരി മെനക്കേട്. അങ്ങനെയൊക്കെ ഞങ്ങളുടെ അമ്മമാരൊക്കെ ഞങ്ങളെയൊക്കെ വളർത്തിയത് ഇതുപോലുള്ള ദുഃഖങ്ങളും പ്രയാസങ്ങളും. അന്നത്തെ കാലത്ത് മണ്ണെണ്ണ വിളക്കും കത്തിച്ച് വെച്ച് ഞങ്ങൾക്കൊക്കെ ഒരു നേരത്തെ ആഹാരം തരാൻ ഞങ്ങളുടെ അമ്മയൊക്കെ കിടന്ന് എന്ത് പ്രയാസപ്പെട്ടിട്ടുണ്ടെന്നറിയാമോ. അതൊക്കെ ഓർക്കുമ്പോൾ ഈ ചക്കയൊക്കെ എടുക്കുമ്പോൾ ഞങ്ങൾ ഓർത്തു പോകും. അത് അന്ന് തളിച്ച പെര, ഇപ്പം വലിയ ടൈല്. അന്ന് ചാണകം കൊണ്ട് മെലിഞ്ഞ തറ, മണ്ണെണ്ണ വിളക്ക് കത്തി. മണ്ണെണ്ണ കാണത്തില്ല. മണ്ണെണ്ണ ഇല്ലാത്ത ദിവസങ്ങളിൽ കരിയില കൂട്ടിയിട്ട് കത്തിച്ച് ആ വെട്ടത്തിരുന്ന് ഞങ്ങൾ ആഹാരം കഴിച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളൊക്കെ ജീവിച്ചത്. അതുകൊണ്ടാണ് ഇന്ന് ഈ 68 വയസ്സിലും ഒരുവിധം ഞങ്ങൾ പിടിച്ചു നടക്കുന്നത്. അന്നത്തെ ആഹാരം കഴിച്ചതിൻ്റെ ഫലമാണ്. മക്കളാണ്ട് ചക്കക്കുരു അമ്മ ഇരുമ്പിൻ്റെ ചുണ്ട് കൊണ്ട് കുത്തിയെടുത്തതാ. കുത്തിയെടുത്തിട്ട് ഇങ്ങനെ കുത്തിയെടുത്തിട്ട് ചക്ക തൂത്തുവാരി അരിഞ്ഞതാ. അരിഞ്ഞ ചക്ക വേണമെങ്കിൽ എന്താ ഇങ്ങനെ ഒന്ന് പാറ്റുമ്പോൾ ഈ ചവണി അങ്ങ് മാറും. ചവണി അങ്ങ് മാറിയിട്ട് എല്ലാവരും ഇങ്ങോട്ട് എടുത്ത് അങ്ങ് എടുത്താൽ മതി കേട്ടോ. ചക്കയ്ക്ക് അരച്ചതാ. തേങ്ങായും വെളുത്തുള്ളി നമ്മൾ സാധാരണ വേവിക്കുന്ന പോലെ എല്ലാം അരച്ച് ഇനി നമ്മളിത് കുക്കറിനകത്ത് വേവിക്കാം. പണ്ടൊക്കെ നമ്മൾ കലത്തിനകത്താണ് വേവിക്കുന്നത്. നമുക്ക് കുക്കറിനകത്താണ് വേവിക്കാം. അരപ്പ് ഇട്ട് ഞാൻ അതിൻ്റെ മേളിൽ ഇത് വാരി വെക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് നമുക്ക് ചക്കയ്ക്ക് ചേർക്കുന്ന വെള്ളം വെള്ളമൊക്കെ ചേർത്ത് ഉപ്പ് ചേർത്ത് അരപ്പൊക്കെ ഇട്ട് ചക്ക കൊത്തി അരിഞ്ഞ ചക്കയെ അടുപ്പിലാക്കാൻ പോകണം. അപ്പൊ നമുക്ക് ചക്കയൊക്കെ അടുപ്പിലാക്കിയിട്ടുണ്ട്. ചക്ക വെന്തിട്ട് വേണം. ചക്കയും പിന്നെ എന്തുവാ? ചക്കയും കഞ്ഞി. കഞ്ഞി. ശരി, എനിക്ക് ഇഷ്ടമാണ് കഞ്ഞി, ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പഴങ്കഞ്ഞി ഇഷ്ടമാ, കഞ്ഞി ഇഷ്ടമാ. ഇല്ല, ഈ ചൂട് സമയത്ത് കഞ്ഞി കുടിക്കുന്നത് നല്ലത്. നല്ല ചൂട് കഞ്ഞി കുടിക്കണം. ചൂട് സമയത്ത് ചൂട് കഞ്ഞി കുടിക്കുമ്പോൾ നല്ല ശരീരത്തിനൊക്കെ നല്ല സുഖമാണ്. തേങ്ങാപ്പാലൊഴിച്ച കഞ്ഞി, ചക്കയും കഞ്ഞി നമുക്കൊന്ന് കുടിച്ചു നോക്കണേ. അണ്ട മക്കളെ, ചക്ക റെഡിയായി കേട്ടോ. അപ്പോൾ നമുക്ക് ഇച്ചിരി പച്ച വെളിച്ചെണ്ണ ഒഴിക്കാം. പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് ശരിയാക്കി അടിപൊളിയാക്കി. അപ്പോഴേ നമുക്ക് കഞ്ഞിയും ചക്ക എടുക്കാം. അപ്പോൾ പ്ലേറ്റ് എടുക്കും. അല്ല ഇതേപോലെ വേവിച്ച് മക്കൾക്ക് കൊടുക്കണം. അല്ലാതെ 4 ചുള എടുത്ത് വേവിച്ചല്ല. ഈ ചക്കയുടെ രുചി എന്ന് പറയുന്നത് ഈ ചക്കയുടെ മടലിനാണ്. മടലെന്ന് പറയുന്നത് കരിമുള്ള് ചെത്തി കളഞ്ഞിട്ട് അരിഞ്ഞ് കുരു ഇളക്കി മാറ്റിയിട്ട് തൂത്ത് വാരി പിടിച്ച് അരിഞ്ഞ്, ഇതിപ്പോൾ എല്ലാം കൂടെ ചവണിയുണ്ട്, മടലുണ്ട്, എല്ലാം ഉണ്ട്. അരിഞ്ഞ് കഴിയുമ്പോൾ നമ്മളിങ്ങനെ തട്ടുമ്പോൾ കുറേ ചവണി അങ്ങ് മാറും. ബാക്കി എല്ലാം കൂടെ എടുത്ത് വെച്ചാൽ എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? അടിപൊളി. ഇതൊക്കെ കഴിച്ചാൽ കുഞ്ഞുങ്ങൾക്കും അമ്മക്കും എല്ലാ ആരോഗ്യത്തിനും നല്ലതാണ്. അപ്പൊ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്. നമ്മൾ പഴയ കാലത്തോട്ട് പോയതാ കേട്ടോ. അപ്പൊ എല്ലാരും ഒന്ന്
തിരിഞ്ഞു നോക്കണേ പഴയ കാലത്തേക്ക്. ഞാൻ അപ്പോഴത്തേക്ക് Try ചെയ്യണം. തിന്ന് തീർത്ത് Okay. ഓക്കെ ഫിനിഷ് ചെയ്യട്ടെ ബൈ.